അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് ഉമ്മമാർ സങ്കടം പറയാറുണ്ട്. മകൻ മദ്രസയിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല, സ്കൂളിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല, പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, പഠിച്ചാൽ തന്നെ അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, മറന്നു പോകുന്നു എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. ഒരുപാട് വീടുകളിൽ ഈ രൂപത്തിലുള്ള കുട്ടികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ആ മക്കൾ നല്ല അനുസരണയുള്ളവരാകാൻ വേണ്ടിയും മദ്രസയിലും സ്കൂളുകളിലും പോകാൻ വേണ്ടിയും അതുപോലെ പഠിക്കുന്നത് അവർക്ക് നല്ല ഓർമ്മശക്തിയിൽ നിൽക്കാനും നല്ല രീതിയിൽ പഠിക്കാനുമൊക്കെ ഉപകരിക്കുന്ന 3 ഇസ്മുകളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ ഇസ്മുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഇസ്മുകൾ മന്ത്രിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, മനസ്സിലാക്കുക. വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപാട് ഉമ്മമാർ ഇത്തരം പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. തീർച്ചയാണ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമ്മുടെ മക്കൾക്ക് ദുനിയവിയും ഉഖ്റവിയുമായ വിജ്ഞാനം നൽകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. മദ്രസയ പഠനത്തിലൂടെ നമ്മുടെ ഉഖ്റവിയായ വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം ഭൗതിക പഠനത്തിലൂടെ നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ കുട്ടികൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് രണ്ടിനും കുട്ടികൾ പോകാൻ മടി കാണിക്കുന്നുവെങ്കിൽ അത് നമുക്ക് വളരെ പ്രയാസമായി തോന്നാറുണ്ട്. എന്നാൽ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ പോകാൻ മടി കാണിക്കുന്ന കുട്ടികളാണ് നിങ്ങളുടെ കുട്ടികളെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന ഇസ്മിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 101 തവണ വെള്ളത്തിൽ മന്ത്രിച്ച് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ കുടിക്കാൻ വേണ്ടി കൊടുക്കുക. ഇത് തുടരെയായി നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കുള്ളതായിരിക്കുന്ന മടി മാറി അവർ മദ്രസയിലേക്കും സ്കൂളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കുമൊക്കെ കൃത്യമായി പോകുന്നവരായി മാറും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ഒരു പ്രയാസമാണ്, രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, പഠനത്തിൽ അവർക്ക് താല്പര്യക്കുറവാണ്. ഉസ്താദുമാർ അതല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അവർക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചത് അവർ മറന്നു പോകുന്നു എന്നെല്ലാം പറയുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. 2 ഇസ്മുകൾ ഒന്നിച്ചാണ് അവർ ചൊല്ലേണ്ടത്. യാ സമീഉ യാ ബസ്വീർ, യാ സമീഉ യാ ബസ്വീർ എന്നുള്ള ഈ 2 ഇസ്മുകളെയും 100 തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുക. യാ സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നും, യാ ബസ്വീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ എന്നുമൊക്കെയാണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ 2 ഇസ്മുകളെയും 100 തവണ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ മന്ത്രിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. 21 ദിവസമെങ്കിലും തുടരെയായി ഇങ്ങനെ നിങ്ങൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്നു. മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അതല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറയുന്നവർ, അവർ ചെയ്യേണ്ടത് സുബ്ഹിയുടെ സമയത്ത്, രാത്രി ഉറങ്ങി സുബ്ഹിയുടെ സമയത്ത്
ആരാണോ മന്ത്രിക്കുന്നത് പ്രിയപ്പെട്ട ഉപ്പയാണെങ്കിൽ അതല്ലെങ്കിൽ ഉമ്മയാണെങ്കിൽ ആ കുഞ്ഞിന്റെ നെറ്റിത്തടത്തിൽ വലത് കൈയിനെ വെക്കുക. നെറ്റിയിൽ വലത് കൈയിനെ വെച്ചിട്ട് യാ ഷഹീദു യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ് എന്ന് 21 തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. ഇങ്ങനെ നിങ്ങൾ കുറച്ചു ദിവസം ചെയ്തു നോക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ 4 ഇസ്മുകൾ, 3 കാര്യങ്ങളിലായി 4 ഇസ്മുകളെയാണ് ഇന്ന് നാം പഠിച്ചത്. ഒന്നാമത്തത് യാ സലാമു യാ അല്ലാഹ്, അതേപോലെ യാ സമീഉ യാ ബസ്വീർ എന്നുള്ള 3 ഇസ്മുകളെയും അതുപോലെ യാ ഷഹീദു യാ അല്ലാഹ് എന്ന 4ാമത്തെ ഇസ്മിനെയുമാണ് നമ്മൾ പഠിച്ചത്. ഇത് പറഞ്ഞത് പ്രകാരം നിങ്ങൾ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അനുസരണയുള്ളവരും ഒക്കെ ആക്കി മാറ്റി തരുമാറാകട്ടെ. ഇരുലോക വിജയികളിൽ നമ്മുടെ മക്കളെയും നമ്മെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.